നമുക്കിന്നൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെട്ടാലോ? സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ റോള്. അതെന്താണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനാദ്യം വേണ്ടത് നമുക്കൊരു സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് അത് ഒരു ചെറിയ പപ്പടത്തിൻ്റെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞ് പപ്പടത്തിൻ്റെ ഒരു വലിപ്പത്തിൽ എല്ലാം ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ടത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി തൂളി അതിൻ്റെ മുകളിൽ ഒരെണ്ണം അടുത്തത് വെച്ച് വീണ്ടും അതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ മൈദ ഇട്ടിട്ട് അങ്ങനെ ഒരു 5 6 എണ്ണം അങ്ങനെ ഇട്ടിട്ട് ഒരു 8 എണ്ണം വരെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്നിച്ചിങ്ങനെ അങ്ങോട്ട് പരത്തിയെടുക്കണം. ഏറ്റവും മുകളിൽ ഇടുന്നതിന് എണ്ണ സ്പ്രെഡ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ ഇടരുത്, പൊടി മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഞാനിവിടെ 3 ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്, ഒരു 7 എണ്ണം വീതമൊക്കെ വെച്ചിട്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ ചപ്പാത്തി 3ഉം ഇങ്ങനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, മൊരിയരുത്, ചൂടായാൽ മാത്രം മതി. ചൂടാക്കി 3 ചപ്പാത്തിയും ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സമൂസ ഷീറ്റ് ഉണ്ടാക്കണേ കേട്ടോ. സമൂസ ഷീറ്റ് പോലെ നമുക്ക് സമൂസയൊക്കെ ഉണ്ടാക്കുന്ന ഷീറ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോൾ അത് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാനിത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വിടിയിച്ചെടുക്കുന്നുണ്ട് കണ്ടോ. നല്ല നൈസായിട്ടുള്ള സമൂസ ഷീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. വളരെ നൈസാണ്. ഇത്രയും സമൂസ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി എടുത്ത് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ കുറച്ച് ഈ പിസ്സ സീസണിങ്ങും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു 1/2 സ്പൂൺ. അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇനി നമുക്കതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ പിന്നെ കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടി കുറച്ച് കുരുമുളക് ഇട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മയോണൈസും ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മയോണൈസ് ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തേക്കണം. വയറിനൊന്നും കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ പച്ചക്കറിയുടെ ആ ഫില്ലിങ്ങും കുറച്ച് ചിക്കനും കൂടി ചേർത്തിട്ട് ഈ സമോസ ഷീറ്റിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത പാൻ വെച്ചിട്ട് അതൊന്ന് ഓരോന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ചൂടാക്കി എടുത്താൽ നല്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.